ഹായ്, ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കാണിക്കാം അപ്പോൾ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന്. ചെറിയ ഫോട്ടോയിലൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഗ്ലാമിറ്റി മണിയിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഡ്രസ്സ്. ഇനി മേക്കപ്പ് കേട്ടോ. മേക്കപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു പഴയ ഒരു മോഡലിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിൽ കിടക്കാം. വോയിസ് ഒരു മണ്ടത്തരം പറ്റി. ഞാൻ വീഡിയോ എടുത്തായിരുന്നു, അത് ഡൗൺലോഡ് ആയില്ല. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത അക്വാബ്ലാസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അക്വാബ്ലാസ്റ്റിൻ്റെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം നമുക്ക് മേക്കപ്പ് അധികം നേരം നിൽക്കേണ്ടാത്തതുകൊണ്ട് കുറച്ചെടുത്ത് അത് ആദ്യം പുരട്ടി. അതിനുശേഷം ഞാൻ ലിപ് ബാം പുരട്ടി. അത് മറ്റേ സ്റ്റുഡിയോന്ന് മേടിച്ച കോഫി കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡെർമയുടെ എനിക്ക് സ്കിൻ ഓക്കെ ആവുന്നൊരു ഫൗണ്ടേഷൻ അതും ഞാൻ എടുത്തു. ഇത്രയും ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഓരോ ഘട്ടമായിട്ട് ഞാൻ വീഡിയോ എടുത്താണ്, പക്ഷേ അത് ഡിലീറ്റായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ കുത്തിയിട്ട് വെച്ചേക്കാണ് കുത്തിട്ടിട്ട് ഇനി അത് സ്പ്രെഡ് ചെയ്യണം. അത് ഞാൻ സാധാരണ മേക്കപ്പിന് ബ്ലെൻഡറൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് കൈ മതി. കൈയാണ് ഏറ്റവും നല്ല ബ്ലെൻഡറിനാണ് എൻ്റെ മാഡം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കൈ കൊണ്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് സ്വയം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പുറത്തുനിന്ന് ഉള്ള ആൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഞാനൊന്ന് പറയാം കേട്ടോ. ഇതാണ് ഷുഗറിൻ്റെ കോമ്പാക്റ്റ് കേട്ടോ. ഇത് ഞാൻ ലൈറ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഞാൻ പുതിയ എപ്പോഴും ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാറില്ല. ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാറില്ല, ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ തന്നെ വരച്ച് വെച്ച പോലെ ഉണ്ടാവും. കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മാഡത്തിൻ്റെ ഒരു വിലയിരുത്തിയുണ്ട് എൻ്റെ സന്താനത്തിന്. അതിലെന്തൊക്കെ കട്ടിങ് വരുന്നുള്ളത് കണ്ടറിയണം. ഇനി അടുത്ത് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. കണ്ണ് ഞാൻ ഞാനത് പറയാൻ പറഞ്ഞപ്പോൾ കുരുവി എഴുതുന്നത് ഞാൻ ഷുഗറിൻ്റെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു കുരുവി എഴുതുന്ന പലറ്റ് ഉണ്ട് സിസ്റ്റിയുടെ. നമുക്ക് ബ്ലാക്കും ഒക്കെ ഷെയ്ഡ് വരുന്നത്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ബ്ലാക്ക് ആയിരിക്കും ശരിക്കും കുഞ്ഞു കുട്ടികൾക്ക് വരച്ച് പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബ്രൗൺ തന്നെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ഭംഗി വരുത്തുക എന്നുള്ളതാണ്. ഷുഗറിൻ്റെ ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു ഐ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോയ്സ് ഞാൻ കണ്ണവിടെ എഴുതിട്ടോ. വീഡിയോ എടുക്കാൻ നിന്നിട്ടാണ്ട് എഴുതി. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ഷാഡോൻ്റെ ഐ ലാഷസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ പഴയൊരു മോഡലാണ്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലിപ്സ്റ്റിക്ക് വേണം. ഞാൻ റെഡ് കളറിലെ ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത് കേട്ടോ. അതും വല്ലാതെ വേണ്ട, ലൈറ്റായിട്ട് മതി കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി മുടി കെട്ടാനുണ്ട്. അതിന് മുമ്പ് മുടി കെട്ടാനുണ്ട്, അതുപോലെ കമ്മൽ, മാല, അങ്ങനത്തെ ഐറ്റംസ്. അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ അല്ല ഫോട്ടോ ഞാൻ താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ. ഫോട്ടോ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കമ്മൽ മൂപ്പിത്തൊക്കെ ഉണ്ടായിരുന്നു, അത് കൂടി ആകെ വേർത്ത് കൊളായി. അപ്പോൾ വീഡിയോ കാണുക, ഫോട്ടോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക. ടാറ്റാ. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോൻ്റെ ആഫ്റ്റർ ഉള്ള പിക്ചർ വരുന്നത്. നമ്മുടെ പഴയ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ചിത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചാണ്. തെറ്റുകളുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ എൻ്റെ സൈഡിൽ നിന്നുണ്ടാകും. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ടാറ്റ, ബൈ, സീ യു.